പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ദ ബോയ് ഹൂ ഡ്രൂ കാറ്റ്സ് എന്ന പാഠഭാഗത്തിൻ്റെ 3ാം ഭാഗമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മൾ 32ാം പേജിൽ അവസാനിപ്പിച്ച് നിർത്തിയ ചർച്ചയാണ് ഇന്ന് പുനരാരംഭിക്കുന്നത്. He left the temple very sorrowfully and began to wonder what he should do. If he went straight home, he felt sure his father would punish him for having been disobedient to the priest, so he was afraid to go home. All at once, he remembered that at the next village, 12 miles away, there was a very big temple. He had heard there were several priests at that temple, and he made up his mind to go to them and ask them take him for the acolyte. ഇതായിരുന്നു നമ്മളെടുത്ത അവസാന പാരഗ്രാഫ്. അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. 1-2 വർക്ക് പറഞ്ഞിരുന്നത് എല്ലാവരും ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കാം. Now that big temple was closed up, but the boy did not know this fact. അവിടെ ശരിക്കും ആ ക്ഷേത്രം പൂട്ടിക്കിടക്കായിരുന്നു. പക്ഷെ ആ കുട്ടിക്ക് ബോയ്ക്ക് അത് അറിയുകയുണ്ടായിരുന്നില്ല. The reason it had been closed up was that a goblin had frightened the priests away and had taken possession of the place. എന്താ സംഭവം? അത് പൂട്ടിപ്പോകാൻ കാരണം ഒരു ഗോബ്ലിൻ പ്രീസ്റ്റുകളെ പേടിപ്പിച്ച് നിർത്തിയതായിരുന്നു. ആരാണ് ഗോബ്ലിൻ? ഗോബ്ലിൻ എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ കുട്ടിച്ചാത്തൻ എന്നൊക്കെ പറയുന്ന പോലെയുള്ള ഒരു സംഗതിയാണ് ഗോബ്ലിൻ. ഒരു ഫാൻറ്റസിയാണ്, യഥാർത്ഥത്തിലുള്ളതല്ല. ഒരു കഥകളിലും മറ്റുമൊക്കെ കടന്നു വരുന്ന ഒരു സാധനമാണ് ഗോബ്ലിൻ. പക്ഷേ ഇവിടെ കുട്ടിച്ചാത്തൻ എന്നുള്ളതല്ല, വലിയൊരു എന്താ പറയേണ്ടത്, പിശാച് എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഒരു രൂപമാണ്, കുറച്ചുകൂടി വലുപ്പമുള്ള രൂപമാണ് ഇവിടെ കൊടുക്കുന്നത്. ഗോബ്ലിൻ്റെ ശരിയായ അർത്ഥം സാധാരണഗതിയിൽ കുട്ടിച്ചാത്തൻ എന്ന് വരുന്നതാണ്. Some brave warriors had afterward gone to the temple at night to kill the goblin, but they had never been seen alive again. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവാറി കുറച്ച് ധൈര്യമുള്ള ആളുകൾ, കുറച്ച് ധൈര്യമുള്ള പോരാളികൾ എന്ത് ചെയ്തു? ഈ ഗോബ്ലിനെ ശരിയാക്കാൻ വേണ്ടി രാത്രി ഇങ്ങോട്ട് ഈ ക്ഷേത്രത്തിലേക്ക് പോയി. പക്ഷെ അവരാരും ജീവനോടെ തിരിച്ചു വന്നില്ല. Nobody had ever told these things to the boy. So he walked all the way to the village hoping to be kindly treated by the priest. ആരും നമ്മുടെ കുട്ടിയോട് ഈ കഥയൊന്നും പറഞ്ഞു കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ അവനെന്ത് ചെയ്തു? നേരെ വില്ലേജിലേക്ക് നടന്നു. ഈ പ്രീസ്റ്റുകളുടെ നല്ല മനസ്സും അവന് ചേർക്കുമെന്നുള്ള മനസ്സെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ വില്ലേജിലേക്ക് നടന്നു. When he got to the village, it was already dark and all the people were in bed. But he saw the big temple on a hill at the other end of the principal street, and he saw there was a light in the temple. എന്താ സംഭവം? അവൻ വില്ലേജിലേക്ക്, വെൻ ഹി ഗോട്ട് ടു ദ വില്ലേജ് ഇറ്റ് വാസ് ഓൾറെഡി ഡാർക്ക്. അവൻ വില്ലേജിലേക്ക് എത്തിയപ്പോൾ ആദ്യമേ ഇത് രാത്രി ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾ ദ പീപ്പിൾ വേർ ഇൻ ബെഡ്. എല്ലാവരും ഉറങ്ങാൻ പോയ സമയമായിരുന്നു. ബട്ട് ഹീ സോ ദ ബിഗ് ടെമ്പിൾ ഓൺ എ ഹിൽ അറ്റ് ദ അതർ എൻഡ് ഓഫ് ദ പ്രിൻസിപ്പൽ സ്ട്രീറ്റ്. പ്രധാനപ്പെട്ട നഗരത്തിൽ ഒരു ചെറിയ കുന്നിൻ്റെ മുകളിൽ ഒരു ക്ഷേത്രം അവൻ കണ്ടു. ആൻഡ് ഹീ സോ there was a light in the temple. ആ ക്ഷേത്രത്തിൽ ഒരു വെളിച്ചവും അവൻ കണ്ടു. People who tell the story say the goblin used to make that light in order to tempt lonely travelers to ask for shelter. ആളുകൾ പറയാറുണ്ടായിരുന്നത് ആ വെളിച്ചമുണ്ടാക്കുന്നത് ഈ ഗോബ്ലിൻ തന്നെയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒറ്റയ്ക്ക് വരുന്ന ട്രാവലേഴ്സിനെ ഷെൽട്ടറിന് വേണ്ടി, ഈ കഥയൊന്നും അറിയാതെ നമ്മുടെ ബോയ് വന്ന് വിട്ടതുപോലെ പലരെയും അങ്ങോട്ട് ആകർഷിക്കാൻ വേണ്ടി ഗോബ്ലിൻ ചെയ്തിരുന്ന പണിയാണ് എന്നാണ് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞിരുന്നത്. The boy went at once to the temple and knocked. കുട്ടി എന്ത് ചെയ്തു? ടെമ്പിളിലേക്ക് പോയി അവിടെ നോക്ക് ചെയ്തു. എന്താ നോക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ വാതിലിൽ മുട്ടി.
There was no sound inside. അകത്തൊരു ശബ്ദം ഉണ്ടായിരുന്നില്ല. He knocked and knocked again. വീണ്ടും വീണ്ടും തട്ടിക്കൊണ്ടിരുന്നു. But still nobody came. പക്ഷെ ആരും പുറത്തേക്ക് വന്നില്ല. At last he pushed gently at the door. അവസാനം അവൻ എന്ത് ചെയ്തു? ക്ഷേത്രത്തിൻ്റെ വാതിൽ മെല്ലെ തള്ളി തുറന്നു. And was quite glad to find that it had not been fastened. So he went in and saw a lamp burning but no priest. അങ്ങനെ അവൻ അകത്ത് കടന്നപ്പോൾ അവിടെ ഒരു വിളക്ക് കത്തുന്നത് കണ്ടു. പക്ഷേ പ്രീസ്റ്റിനെ ആരെയും കണ്ടില്ല. He thought some priest would be sure to come very soon. And he sat down and waited. അവൻ വിചാരിച്ചത് ഏതെങ്കിലും പ്രീസ്റ്റ് എത്രയും പെട്ടെന്ന് അവിടെ വരും എന്ന് പ്രതീക്ഷിച്ച് അവൻ അവിടെ ഇരുന്നു. Then he noticed that everything in the temple was grey with dust and quickly spun over with cobwebs. എന്താണ് സംഭവം? അവൻ ശ്രദ്ധിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവിടെ മുഴുവൻ പൊടി പിടിച്ചും മാറാല പിടിച്ചും കിടക്കുകയായിരുന്നു. So he thought to himself that the priest would certainly like to have an acolyte to keep the place clean. അതുകൊണ്ട് തന്നെ അവൻ വിചാരിച്ചു അവിടെ വൃത്തിയായി സൂക്ഷിക്കാൻ ഒരു അക്വലൈറ്റിൻ്റെ ആവശ്യം അവിടെ ഉള്ള പ്രീസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നുവെന്ന് അവൻ സ്വയം വിചാരിച്ചു. He wondered why they had allowed everything to get so dusty. അങ്ങനെ വിചാരിച്ചു എന്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ മാറാലൊന്നും തട്ടാതെ ഇത് പൊടി പിടിച്ച് കിടക്കാൻ തക്കവണ്ണം ഒരവസരം ഉണ്ടാക്കിയത് എന്തുകൊണ്ടാണെന്ന് അവങ്ങനെ വിചാരിച്ചു. What most pleased him, however, were some big white screens, good to paint cats upon. അവനെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് മറ്റൊന്നായിരുന്നു. അവിടെ വലിയ സ്ക്രീനുകളുണ്ടായിരുന്നു. പൂച്ചകളെ വരയ്ക്കാൻ പറ്റിയ വലിയ സ്ക്രീനുകൾ അവിടെ ഉണ്ടായിരുന്നു. Though he was tired, he looked at once for a writing box and found one and ground some ink and began to paint cats. അവൻ ഉടൻ എന്ത് ചെയ്തു? ഒരു റൈറ്റിംഗ് ബോക്സിനും കുറച്ച് മഷിയും എല്ലാം കണ്ടെത്തി പൂച്ചകളെ വരയ്ക്കാനുള്ള പരിപാടി നോക്കി തുടങ്ങി. He painted a great many cats upon the screens and then he began to feel very very sleepy. അവൻ മതിവരുവോളം കുറേ വലിയ പൂച്ചകളെ വരച്ചു. എന്നിട്ട് അവന് നല്ല ഉറക്കം വന്നു. അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. He was just on the point of lying down to sleep beside one of the screens. അവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ നേരത്ത് തൊട്ടടുത്ത് വരച്ച സ്ക്രീനിൻ്റെ തൊട്ടടുത്ത് കിടക്കാനുള്ള വക്കോളം എത്തിയപ്പോൾ when he suddenly remembered the words, നമ്മുടെ പഴയ പ്രീസ്റ്റിൻ്റെ വേർഡ്സ് അവൻ ഓർമ്മ വന്നു. എന്തായിരുന്നു അത്? Avoid large places, keep to small. Avoid large places, keep to small എന്ന് പറയുന്ന വാക്കുകൾ ഓർമ്മ വന്നു. The temple was very large. He was all alone and he thought of these words, though he could not quite understand them. ടെമ്പിൾ വളരെ വലുതായിരുന്നു. അവൻ ആ വാക്കുകൾ അർത്ഥം കൃത്യമായി മനസ്സിലായില്ലെങ്കിലും he began to feel for the first time a little afraid and he resolved to look for a small place in which to sleep. അവൻ ആദ്യമായി ചെറിയ പേടി തോന്നി തുടങ്ങി. ഇത്ര വലിയ സ്ഥലത്ത് താൻ ഒറ്റയ്ക്കാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവന് ചെറിയ പേടി തോന്നി തുടങ്ങി. അവൻ ഉറങ്ങാൻ പറ്റിയ ചെറിയ സ്ഥലം അവൻ തേടാൻ തുടങ്ങി. He found a little cabinet with a sliding door. അവൻ ചെറിയൊരു സ്ഥലം കണ്ടെത്തി, ചെറിയൊരു ഭാഗം കണ്ടെത്തി, ഒരു സ്ലൈഡിങ് ഡോറോട് കൂടി, ഇങ്ങനെ നീക്കുന്ന ഡോറോട് കൂടിയുള്ള ഒരു ചെറിയ സ്ഥലം കണ്ടെത്തി. ആൻഡ് വെൻറ്റ് ഇൻ ടു ഇറ്റ്, അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ആൻഡ് ഷട്ട് ഹിംസെൽഫ് അപ്പ്, അങ്ങനെ അവനെ സ്വയം അതിൽ അടച്ചിട്ടു. ദെൻ ഹീ ലേ ഡൗൺ ആൻഡ് ഫെൽ ഫാസ്റ്റ് സ്ലീപ്പ്. അങ്ങനെ അവൻ അവിടെ കിടന്ന് സമാധാനമായി ഉറങ്ങി. ഇതിൻ്റെ ബാക്കി എന്താ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അടുത്ത ഭാഗത്തിൽ വായിച്ച് കണ്ടെത്താം. അപ്പോൾ ഇന്ന് എടുത്ത ഭാഗം അടക്കം ക്ലാസ്സിൻ്റെ തുടക്കം മുതൽ നമ്മുടെ
ദ ബോയ് ഹു ഡ്രൂ ക്യാറ്റ്സ് എന്ന ഹെഡിങ്ങോടുകൂടി 30ാമത്തെ പേജിൽ ആരംഭിക്കുന്ന ഭാഗം മുതൽ ഒരിക്കൽ കൂടി വായിക്കേണ്ടതുണ്ട്. പുതിയ വാക്കുകൾ കണ്ടെത്തുക, ചോദ്യങ്ങൾ ഉണ്ടാക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരിട്ട് ബന്ധപ്പെടുക, അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.